ഇത് ഓർത്ത് വെച്ചോണം, നീ തന്നെ എഴുതി വെച്ചിട്ടുള്ളതാ. നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് മാത്രം നമുക്ക് മറ്റേ റോങ് പേഴ്സൺസും നമ്മളെല്ലാം വരും മോശക്കാരും. നീ ചെയ്യുമ്പോൾ മാത്രം അതെല്ലാം കറക്റ്റ് അല്ലേ? കേരളത്തിലെ ഒരേ ഒരു രാജകുമാരി ഭ്രാന്ത് പിടിച്ച വിത്തുകളെ പോലെ ഇൻസ്റ്റഗ്രാമം വഴി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പര ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഒക്കെ ഞാൻ കുത്തി മലർത്തും എന്നുള്ളൊരു മൂഡില്. അപ്പൊ കുറച്ചു മുമ്പ് രാജകുമാരി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഞാനിവിടെ പേരൊന്നും പറയുന്നില്ല, അത് അമ്മയിൽ കണ്ടല്ലോ. അപ്പൊ ഈ രാജകുമാരി കുറച്ചു മുമ്പ് കുറച്ച് ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളല്ല കേട്ടോ, ഇൻസ്റ്റഗ്രാമില് കുട്ടിയുടെ അക്കൗണ്ടില് കുറച്ച് സ്റ്റോറികൾ ഷെയർ ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം അതിനകത്തെ ഒരു സ്റ്റോറി നമ്മുടെ മനോരമ ഓൺലൈനിലിട്ടുള്ള നല്ലൊരു കുത്തലാണ്. ഇന്നലത്തെ ആ ഒരു വിഷയം നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വിഷയത്തെ പറ്റി ആദ്യമായിട്ട് ഒരു പോസ്റ്റർ ഞാൻ കണ്ടത് മനോരമ ഓൺലൈനിലാണ്. അപ്പം അതങ്ങോട്ട് എടുത്തു വെച്ച് നല്ല കനത്തിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ രാജകുമാരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിന്ന് മേടിക്കാനേ പറ്റത്തുള്ളൂ, തിരിച്ചൊന്നും പറയരുത്. നല്ല പണി കിട്ടും മക്കളെ, വീട്ടിൽ പോലീസ് വരും. അപ്പൊ എന്താണെങ്കിലും ഈ രാജകുമാരി ആ മനോരമ ഓൺലൈനിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സഹോദരനായിട്ടുള്ള സീക്രട്ട് ഏജന്റ് സായിക്കുട്ടനിട്ട് ഒരു കൊട്ടു കൊടുക്കുന്നത് ഞാൻ കണ്ടു. ആദ്യമേ അതാണ് ഇട്ടിരിക്കുന്നത്, അതിനുശേഷം പിന്നെ കുറച്ച് റൈറ്റിങ്സും പരിപാടികളും ഒക്കെ ഉണ്ട്. അതിനുശേഷമാണ് വന്നിട്ട് മനോരമ ഓൺലൈൻ ഇട്ടിട്ടുള്ള ഒരു കൊട്ടുമുടം കൊടുക്കുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ കണ്ടത് കുട്ടി ഇട്ടിരിക്കുന്ന ആദ്യത്തെ ഒരു സ്റ്റോറി ഇങ്ങനെയാണ്. ഇത് മറ്റേ നമ്മുടെ സായിക്കിട്ടുള്ള ഒരു ട്രോൾ ഉണ്ടല്ലോ, ഉണ്ണിച്ചേട്ടന്റെ മറ്റേ ഒരു സാധനം, ആ സാധനം എടുത്ത് ഇങ്ങനെ സ്റ്റോറി ഇട്ടിരിക്കുന്നത് കണ്ടു. ഒരു നിർധന കുടുംബത്തിന് പട്ടിണി മാറാൻ സഹായിച്ച ഉണ്ണി മുകുന്ദന്റെ ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം തെറ്റാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ എന്നെ പൊങ്കാലിടും. കാരണം ഇത് കുറെ കാലങ്ങളായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്ന സാധനമാണ്, ഞാനൊന്നും പറയുന്നില്ലടേ. അപ്പൊ ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യണോ? നിങ്ങൾക്ക് കണ്ടതായിരിക്കും, അറിയായിരിക്കുമല്ലോ നിങ്ങൾക്ക്. അപ്പോ ഇതെന്താണ് ഈ കുട്ടി ഈ ഒരു ബന്ധവും ഇല്ലാതെ നമ്മുടെ സായി ചേട്ടന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷൻ. സായി ചേട്ടൻ എന്താണ് പെട്ടെന്ന് വന്നൊരു പ്രൊമോഷൻ കൊടുക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു. എന്നിട്ട് ഞാൻ നേരെ എന്താണ് പ്രശ്നം, എന്താണ് സായി ചേട്ടൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ ഞാൻ സായി ചേട്ടന്റെ യൂട്യൂബിൽ പോയി നോക്കിയപ്പോൾ കിടക്കുന്നു സായി ചേട്ടനും ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ വൻ കത്താണ് ആ വീഡിയോ കത്തിയിരിക്കുന്നത്, ട്രെൻഡിങ് കയറും മിക്കവാറും. ദിയാകൃഷ്ണ, നോറ സിജോ എന്നൊക്കെ പറഞ്ഞ് അണ്ണനും ചെയ്തിട്ടുണ്ട് വീഡിയോ, നല്ല രീതിയിൽ അത് റീച്ച് ആയിട്ടുണ്ട്. അപ്പൊ കുട്ടി എന്താണെങ്കിലും അത് കണ്ടിട്ടുണ്ട്, കുട്ടിക്ക് പൊട്ടിയിട്ടുണ്ട്, നല്ല പൊട്ടി കുട്ടിക്ക്. അതാണ് നമ്മുടെ സായിക്കുട്ടനെ എടുത്ത് സ്റ്റോറിയിൽ ഇട്ടത്. സായിക്കുട്ടനെ ഇട്ടായിരുന്നെങ്കിൽ ഓക്കെ, സായിക്കുട്ടന്റെ കൂടെ ഈ ഭാര്യയും കൂടെ പിടിച്ചാ പിന്നെ വാട്ട പറഞ്ഞത് അവരുടെ ഇഷ്ടം, ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ലേ. അപ്പൊ എന്താണെങ്കിലും സായിക്കുട്ടുള്ള ഒരു കൊട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യണോ? നിങ്ങളൊക്കെ കണ്ടതാണ്, അതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു റൈറ്റിംഗ് നല്ല വിശദമായിട്ട് കുട്ടി ഒരു റൈറ്റിംഗ് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വെക്കാം, എന്നിട്ടൊന്ന് വായിച്ചു തരാം. Some of my followers had shared some YouTubers video and asked me to have to a look at it. Yesterday when I posted a video of a couple some wedding event where a friend of theirs is throwing cake at the groom, I was extremely sad and annoyed seeing that video because of what happened to the groom and due to the wastage of food, and stated that if that happens to my partner I would kill whomever does that to him. മോളെ, ഈ കില്ല് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ വാക്കൊന്നും അല്ല മോളെ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് എന്തിന്റെ പേരിലാണെങ്കിലും ഐ വിൽ കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കേക്ക് തിന്നാൻ അവൾ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അവരുണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല, ഒരു വധഭീഷണിയാണത്. ഇല്ല പിന്നെ രാജകുമാരി ആയതുകൊണ്ട് വധഭീഷണി മുഴക്കിയാലും ഇവിടെ ആരും ഒന്നും ചെയ്യത്തില്ലല്ലോ. ഇവിടുത്തെ മാമന്മാർ പൊത്തി മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും കുട്ടി വീണ്ടും വന്നിട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടിരിക്കുന്നത് കുട്ടി എന്താണ് പറഞ്ഞതെന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞു കൊന്നു കളയുമെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ള സാധനം കൊച്ചി ഇന്നും വന്ന് പറയുന്നുണ്ടേ. കൊച്ചിന് പറയാം കേട്ടാ, ഇതൊന്നും ആരും മൈൻഡ് ചെയ്യത്തില്ല അപ്പൊ ഇവിടെ. അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റേജ് എന്നൊക്കെ കൊച്ചവിടെ പറയുന്നുണ്ട്. എടേ അത് ഒരു നമ്മൾ ആ പെൺകുട്ടി സിജോ എന്ന് പറയുന്ന വ്യക്തിയോട് ചെയ്തതിനോട് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ എന്റെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് ഇച്ചിരി അത് രണ്ടൊക്കെ പൊട്ടിയിൽ കിട്ടാത്തതിന്റെയാണ്. ഇല്ലെങ്കിൽ ആ സ്റ്റേജിൽ ഒരുപാട് ആളുകൾ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ നിൽക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കൊണ്ട് ഒട്ടിച്ചു വെച്ചത് അത്ര നല്ലൊരു പരിപാടിയൊന്നുമല്ല. പരിപാടി കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് കഴിയുമ്പോൾ അവർക്ക് ഫ്രണ്ട്സ് അതിന്റെ ഒരു ആഘോഷം, അതിന്റെ ആ ഒരു മൂഡിൽ വേണമെങ്കിൽ എല്ലാം കഴിയുമ്പോഴത്തേക്ക് കേക്കൊക്കെ നമ്മൾ ഈ ബർത്ത്ഡേ കേക്ക്, അത് പിന്നെ ബർത്ത്ഡേ ഫംഗ്ഷൻസിനൊക്കെ കേക്ക് എടുത്ത് മോന്തൊക്കെ അടിക്കാറുണ്ട്. കല്യാണം, കൂട്ടുകാര് വേണമെങ്കിൽ ആ ഒരു ഫോട്ടോ സെഷനും പരിപാടിയും എല്ലാം കഴിഞ്ഞ് അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യായിരുന്നു. പക്ഷെ ഈ ഫോട്ടോയൊക്കെ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് പോയി ആ പരിപാടി ചെയ്തതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഫുഡ് വേസ്റ്റേജ്, അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ വലിയ ഫുഡ് വേസ്റ്റേജ്, പിന്നെ ഒരു പീസ് ഓഫ് കേക്ക് ആണെങ്കിൽ പോലും
ലൈക്ക് അതൊക്കെ കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡ് വേസ്റ്റേജ് എന്ന് പറയുന്നതിനകത്ത് 50-50 ഞാൻ നിൽക്കുന്നുള്ളൂ. ഒരുപാട് അങ്ങ് ഫുഡ് വേസ്റ്റേജും പരിപാടിയൊന്നുമില്ല. ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു പീസ് ഓഫ് കേക്ക് മുഖത്ത് തേച്ചു, ആ രീതിയിൽ നമുക്ക് അതിനെ എടുക്കാം. പക്ഷെ ആ കുട്ടി അവിടെ ചെയ്തതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ചെയ്തതിന്. പക്ഷെ ഈ കില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോളെ, I was not personally attacking anyone in that video. I seriously don't know anyone present in that video. Okay. Later on, I came to know they are all Big Boss contestants. I don't see Big Boss, so I wasn't aware of it. Nor did I know any of them. Today, the kind of videos I saw was extremely shocking, as it looked like a cooked up video just to gain views. Okay. I was not shocked seeing the usual people എന്നാണ് ഞാൻ യൂഷ്വൽ സൈക്കോ എന്ന് പെട്ടെന്ന് വിചാരിച്ചു യൂഷ്വൽ കണ്ടപ്പോൾ. Shocked seeing the usual people doing their usual wrong stuff on YouTube. But okay, so we are doing wrong stuff. What you have done is, it's a genuine thing അല്ലേ? വേറെ ഞാൻ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ, വേറെ കുറെ കാര്യങ്ങളുണ്ട്, ഇത് കേക്ക്, എന്നിട്ട് ഞാൻ അത് പറയാം. അതിനുള്ള മറുപടി എന്റെ വായി കിടപ്പുണ്ട്, വെയിറ്റ് ചെയ്ത് തരാം ഞാൻ. But what actually shocked me was the bride and groom actually had a YouTube account coming and using bad terms against me and my family. Firstly, my family was not even involved in this. Secondly, I wasn't talking about your emotion nor your wives. I was stating if anyone of my friends gang did that to my partner, sorry, not parents, partner, I would kill them. വീണ്ടും kill them. മോളെ നിനക്ക് കൊല്ലാവോ മോളെ? നിനക്ക് അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യാലേ? എഴുതിയിടുന്നതിനകത്ത് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ എഴുതിയിട്. Your type of friendship is different, which includes a stage of food and attacking of friends. Mine isn't. So I posted that with a caption, as that video was posted on a public platform. Also, even this writing can be your content. Dude, നീ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് വന്നുകൊണ്ട് നീ അത് എടുത്തു വെച്ചു, നീ നിന്റെ റൈറ്റിംഗ്സ്, നിന്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞെന്ന് പറഞ്ഞു. ഇതുപോലെയാണ് നീ അപ്പോൾ ഒരു നിമിഷം ചിന്തിക്കുക, നീ കാണിക്കുന്ന പല പരിപാടിയും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻ കാണും, ഞങ്ങളും അത് പറയും. ഇത് ഓർത്ത് വെച്ചോണം, നീ തന്നെ എഴുതി വെച്ചിട്ടുള്ളതാ. നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് മാത്രം നമുക്ക് മറ്റേ റോങ് പേഴ്സൺസും നമ്മളെല്ലാം വരും മോശക്കാരും. നീ ചെയ്യുമ്പോൾ മാത്രം അതെല്ലാം കറക്റ്റ് അല്ലേ? കൊള്ളാം. Also, even these writings can be your content, which I wouldn't be bothering. But the replay video of the bride and groom seemed rather meaningless and hateful towards me and my family, when I was not even talking about you or your friends. Instead, was referring to my friends and my partner, for which I don't know why you all cried. Lots of love and regards, പേരും. ഇപ്പൊ കുട്ടി, ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മോള് ഈ ഷോക്ക് മീ വാസ് ബ്രൈഡ് ആൻഡ് ഗ്രൂം. അപ്പൊ ഈ ബ്രൈഡ് ആൻഡ് ഗ്രൂം നമ്മുടെ സിജോയും ഭാര്യയും വന്ന് എന്തോ താങ്ങ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടില്ല ആ വീഡിയോ, ഞാനിവിടെ കാണിക്കുന്നുമില്ല. അവരും കൊടുക്കുകയാണോ? അത് ഉറപ്പുള്ള കാര്യമാണ്, അവരും കൊടുക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ കുട്ടി ഈ ഒരു സാധനം എടുത്തു വെച്ച് നല്ല താങ്ങി എല്ലാവരും കണ്ടു. പ്രത്യേകിച്ച് അത് അവരുടെ ഫ്രണ്ട് സർക്കിളിനകത്ത് ചെയ്തത്. അത് വെച്ച് താങ്ങിയത് മാത്രമല്ല, ഈ കുട്ടി വേറൊരു പരിപാടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ രാജകുമാരി നമ്മുടെ സീക്രട്ട് അണ്ണന്റെ ഒരു വീഡിയോയ്ക്കകത്ത് പോയി മറ്റേ അതിനകത്തൊരു തൊലിഞ്ഞ കമന്റ് വന്നപ്പോൾ അതിനകത്ത് പോയി കൈകൊട്ടിച്ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് പൊളിഞ്ഞു കാണോടെ എല്ലാവർക്കും, സിജോയ്ക്കാണെങ്കിലും സായി അണ്ണനാണെങ്കിലും എല്ലാവർക്കും പൊളിഞ്ഞു കാണും. പിന്നെ ഇപ്പറേ വന്ന് ഈ ഫോട്ടോ ഇട്ടിട്ട് എന്തിനാണ് അവരോട് ഇത് ചെയ്തതെന്ന് ചോദിച്ചിട്ട് അപ്പറേ ചെന്നിട്ട് മറ്റേ ഒരാൾ ഒരു ഭാര്യയും ഭർത്താവിനോടെ കളിയാക്കുമ്പോൾ അതിനടി പോയി ഇങ്ങനെ കൈകൊട്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും എടുത്തു വെച്ച് ഉടുക്കും. മോളെ മനസ്സിലായില്ലേ? നിന്റെ ഒരു സാധനം എന്താണോ അതവിടെ പൊളിഞ്ഞു വീണു, അത്രേ ഉള്ളൂ. പിന്നെ ഈ കുട്ടി ഈ വേസ്റ്റേജ് ഓഫ് ഫുഡിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മിസ് രാജകുമാരി, നിങ്ങളുടെ ബർത്ത്ഡേക്ക് നമ്മുടെ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ ആ പെൺകുട്ടി അവിടെ നിന്ന് ആ ഒരു നോറ എന്ന് പറയുന്ന വ്യക്തിയെ ചെയ്യുന്നതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ ഈ വേസ്റ്റേജ് ഓഫ് ഫുഡിന്റെ കാര്യം നീ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിന്റെ ബർത്ത്ഡേക്ക് നിന്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഒരു പീസ് ഓഫ് കേക്ക് എടുത്തിട്ട് അതിനകത്തുനിന്ന് കുറച്ചൊരു പോർഷൻ എടുത്തിട്ട് നിന്റെ മുഖത്ത് വെച്ചാൽ നീ ഉടനെ അവിടെ കിടന്ന് വിളിച്ചു പോവോ? അതായത് ഫുഡ് വേസ്റ്റേജ് ആണെന്ന് പറഞ്ഞ് നീ കിടന്ന് പോവോ? അതോ നീ ആ ഒരു നിമിഷം നീ സന്തോഷിക്കാൻ ആഘോഷിക്കുവോ? അതായത് ഫുഡ് വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫുഡ് കൊണ്ട് തട്ടിക്കളയുക അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഒരു ചെറിയൊരു പീസ് ഓഫ് ഒരു കേക്കിന്റെ ഒരു കുറച്ച് പോർഷൻ എടുത്ത് മുഖത്ത് തേക്കുന്നത്, അത് സന്തോഷമായിട്ട് ആ ഒരു രീതിയിൽ നിനക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിന്റെ പ്രശ്നമാണ് മോളെ. അതിന് നീ ഇവിടെ വന്നിരുന്നിട്ട് വേസ്റ്റേജ് ഓഫ് ഫുഡിന്റെ കഥ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി നമ്മുടെ രാജകുമാരി മനോരമ ഓൺലൈനിനോട് ഒരു കുഞ്ഞു കാര്യം പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ.
Another day, another baseless accusation. What is this Manorama online? You missed the entire ballpark on what Diya Krishna said. She wasn't throwing shade at anyone in the wedding party or dissing on people in the video. You missed the mark this time. Please don't spew nonsense in the name of journalism. Okay, അപ്പം മനോരമ ഓൺലൈൻകാർ ഞാൻ എടുത്ത് പൊക്കിയൊന്നും പിടിക്കുന്നില്ല, കാണിക്കാറുണ്ട് ചില പരിപാടികളൊക്കെ. പക്ഷെ ഇപ്പൊ ഈ ചെയ്തിരിക്കുന്നതും എല്ലാവരും ഈ കുട്ടിക്കെതിരെ ആരെന്ത് പറഞ്ഞാലും അതൊക്കെ നോൺസെൻസ് ആണ്. കുട്ടി എന്ത് പറഞ്ഞാലും അത് മാത്രം കറക്റ്റ്. അതാണ് ഈ കുട്ടിയുടെ ഒരു മെന്റാലിറ്റി. അത് കുട്ടിയുടെ വീട്ടുകാർ കുട്ടിയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് ഈ കാണിക്കുന്നതൊന്നും അത്ര എല്ലാവർക്കും അങ്ങനെ യോജിക്കാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ കുട്ടിയുടെ ഭാഗത്താണ് എപ്പോഴും ശരിയെന്ന് പൊക്കിപ്പിടിച്ച് നടക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ കാണും, വിഡ്ഢികൾ കാണും. അവർ ചിലപ്പോൾ ഈ കുട്ടിയുടെ മറ്റേ എന്ത് കാണിച്ചാലും മറ്റേ അങ്ങ് പൊക്കിപ്പിടിച്ച് നടക്കും. പക്ഷെ എല്ലാവരെയും ആ ഒരു കൂട്ടത്തിൽ ഈ കുട്ടി എന്ത് കാണിച്ചാലും പൊക്കിപ്പിടിച്ച് നടക്കണമെന്ന് പറഞ്ഞ് വരരുത്. പിന്നെ ഇവള് പറയുന്നത് എല്ലാം ശരിയാണ്, അങ്ങ് തലയാട്ടി ഇരിക്കണമെന്ന് പറയരുത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ റൈറ്റിങ്ങിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടു, ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കണ്ടപ്പോൾ ഞാൻ എന്റെ അഭിപ്രായം അത് ഷെയർ ചെയ്ത് എഴുതി വെച്ചു എന്ന് അവള് പറയുന്നുണ്ട്. ഇത് തന്നെ നമ്മൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വേറെ പല പ്രശ്നങ്ങളാ കുട്ടിക്ക്. അയ്യോ, വീട്ടിലേക്ക് പോലീസുകാർ വരും, അരിക്കാത്ത മണ്ണ് വാരിയിടും, പല ആളുകളുടെ ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പം അതിനോടൊന്നും അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല എന്റെ പൊന്നു കൂട്ടുകാരി. നീ ഇങ്ങനെ എന്തോ ആണ്, വൺ സെറ്റപ്പ് ആണ് എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നു. നാട്ടുകാർ നമ്മളെല്ലാരും അതേ കണക്ക് വിചാരിച്ച് കയ്യും കൂപ്പി നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. പോയി പണി നോക്കാനേ നമ്മൾ പറയത്തുള്ളൂ കേട്ടോ. ഇത് എന്റെ അഭിപ്രായം. കാണുന്ന നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അങ്ങോട്ട് പറയുക.